നമുക്കൊരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ നോക്കിയാലോ. ഞാൻ യൂസ് ചെയ്യുന്നത് എത്തിക്ലോയുടെ ഫേസ് വാഷാണ്. അത് വൈറ്റനിങ് ഫേസ് വാഷാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്തു. ഏത് മോയ്സ്ചറൈസറും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ കയ്യയുടെ റെറ്റിനോൾ ബൂസ്റ്റ് സിറാണ് യൂസ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ലൊരു സിറാണ് കേട്ടോ. നമുക്ക് കുറച്ച് ഫൈൻ ലൈൻസ് ഉണ്ടെങ്കിൽ അത് പോകാനും, അതുപോലെ നമുക്ക് മുഖത്ത് ഡാർക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ പോകാനും, പിന്നെ നമ്മൾ അൺഈവൻ സ്കിൻ ടോൺ ഉള്ളവരാണെങ്കിൽ അതൊന്ന് പ്രോപ്പറായിട്ട് ഒരു ഈവൻ സ്കിൻ ടോൺ ആക്കാനൊക്കെ റെറ്റിനോൾ ബൂസ്റ്റ് സിറം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് കുറേ നാളുകൊണ്ട് യൂസ് ചെയ്യുന്നൊരു സിറാണ്. പിന്നെ ഞാൻ വൈറ്റമിൻ സി സിറാണ് യൂസ് ചെയ്യുന്നത്. വൈറ്റമിൻ സി സിറം ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചുകൂടെ സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ ഗ്ലോ കിട്ടാനൊക്കെ നമുക്ക് വൈറ്റമിൻ സി സിറം അത്യാവശ്യമാണ്. അപ്പം അത് നല്ലൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഞാൻ കുറച്ച് സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഏത് സൺസ്ക്രീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ സൺസ്ക്രീനാണ്. SPF 50 വരുന്നതാണ്. എൻ്റെ കുറച്ച് ഓയിലി സ്കിന്നാണ്, എങ്കിൽ പോലും എനിക്ക് ഈ സൺസ്ക്രീൻ നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. നമുക്ക് വൈറ്റ് കാസ്റ്റിംഗ് ഉണ്ടെന്ന് തോന്നും അത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പക്ഷേ ഇത് ഫുള്ളി നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയി പോകുന്ന ഒരു സൺസ്ക്രീൻ കൂടെയാണ് കേട്ടോ. അപ്പം ഇത് ഡ്രൈ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം, ഓയിലി സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. കാരണം നമ്മുടെ ഫേസ് നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം. പിന്നെ ഞാൻ കുറച്ച് ലിപ് ബാം, ഏത് ലിപ് ബാം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ച് ലിപ് ബാം ഇട്ടിട്ട് നന്നായിട്ട് ലിപ്പിനെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം. അപ്പം ഇന്നത്തെ ഫുൾ ഡേ ഇങ്ങനെ നല്ല രീതിക്ക് ഇരുന്നോളും. പിന്നെ ഈ സൺസ്ക്രീൻ ഇടയ്ക്ക് ഒരു 2 hours കൂടുമ്പോൾ ഒന്ന് റീഅപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണേ.